ഞാൻ മനസ്സിലാക്കും. വിപ്ലവത്തിൻ പാതയിൽ ശക്തമായ ചെമ്പഴത്തി കാവല ചെങ്കടൽ കടത്തുര ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കില്ല. വ്യക്തിപൂജ നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനാവില്ല. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഉറച്ച നിലപാടാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയർന്നു കേട്ട വാഴ്ത്തുപാട്ട് ആർക്കുള്ള വ്യക്തിപൂജയാണ്? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന മട്ടിൽ കേട്ടിരുന്ന് മയങ്ങിയത് ഇതേ പിണറായി വിജയനല്ലേ? ചെമ്പടയ്ക്ക് കാവലാളും ചെങ്കനൽ കണക്കൊരാളും പിന്നെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെ തലങ്ങും വിലങ്ങും ആരാധന മൂത്ത സർക്കാർ ജീവനക്കാരന്റെ പിണറായി സ്തുതികൾ. സമരധീര സാരഥി പിണറായി വിജയൻ എന്നുകൂടി എഴുതി ചേർത്ത് ഫീനിക്സ് പക്ഷിയും പടയുടെ നടുവിലെ പടനായകനും എല്ലാം വേണ്ടവിധം മിക്സ് ചെയ്ത് പൂവത്തൂർ ചിത്രസേനൻ ഉപകാര സ്മരണ പ്രകടിപ്പിച്ചത് എന്റെ മുന്നിൽ വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത് എന്തുകൊണ്ട്? സ്തുതിപാഠകരുടെ നടുവിൽ മയങ്ങുകയാണോ മുഖ്യമന്ത്രി? അതോ എന്നോട് മാത്രം വ്യക്തിപൂജയാകാം, ചോദിക്കാൻ ആരുണ്ടെന്ന ഭാവമോ? കാരണഭൂതനിൽ നിന്ന് കാവലാളിലേക്കുള്ള പിണറായിയുടെ അവതാര പെരുക്കമോ വാഴ്ത്തുപാട്ട്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ, ശ്രീ കെ.എം. ഷാജഹാൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ കെ.എം. ഷാജഹാൻ, ഇതിപ്പോൾ ഈ പിണറായി സ്തുതി ഗീതങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. നേരത്തെ കാരണഭൂതൻ അതൊരു മെഗാ തിരുവാതിരയുടെ രൂപത്തിൽ വന്നപ്പോൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്, വ്യക്തിപൂജ അത് അംഗീകരിക്കാനാവില്ല, വ്യക്തിപൂജ നടത്തി ആർക്കും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന്. ഈ ഗാനത്തെയും ഇന്ന് ഉയർന്നു കേട്ട ഈ ഗാനത്തെയും അതൊരു സ്തുതി ഗാനമായി CPM അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അംഗീകരിക്കുന്നില്ല. ഇല്ല മഞ്ജുഷ, ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ചൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറയുന്നു, അയാളെ കൊണ്ടുവന്നൊരു കല്ലറയിൽ വെക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഹൈക്കോടതിയിൽ ഈ വിഷയം ചെന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു. ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ സമാധിയായതാണ്, പിന്നെ എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് തരുന്നത്? സമാധിയായ ആൾക്ക് എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ്? അപ്പോൾ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സൈദ്ധാന്തികനും കവിയുമായിട്ടുള്ള KC ഉമേഷ് ബാബു ഉണ്ട്. അദ്ദേഹവുമായി ഇന്ന് എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ വിശദമായൊരു അഭിമുഖം അദ്ദേഹവുമായി നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ മതം മൂത്ത് കേരളീയർ ഭ്രാന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മതം മൂത്ത് ഭ്രാന്ത്, അതാണ് ഉമേഷ് ബാബു ആ അഭിമുഖത്തിൽ ഹാർപ്പ് ചെയ്യാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് ഞാനിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വേറൊരു സുഹൃത്തിനടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ആ സുഹൃത്ത് പറഞ്ഞ ഷാജാന ശരിയാണ്, മതം മൂത്ത് ഭ്രാന്ത് കയറിയിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടി ഭ്രാന്ത് മൂത്ത് പിന്നെ
കുറേ പേർക്ക് ഭ്രാന്തായി എന്നുള്ളതാണ് നമ്മൾ ഇപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ VS അച്യുതാനന്ദനായിരുന്ന കാലഘട്ടത്തിൽ ഈ വ്യക്തിപൂജയെക്കുറിച്ചിട്ടൊക്കെ എത്ര അവജ്ഞയോടുകൂടിയും പുച്ഛത്തോടുകൂടിയും പരിഹാസത്തോടുകൂടിയുമാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അന്ന് VS അച്യുതാനന്ദൻ്റെ പടം പല പോസ്റ്ററുകളിലൊക്കെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പിണറായി വിജയന് ഏതാണ്ട് ഒരുമാതിരി ഭ്രാന്താവുകയായിരുന്നു. അന്ന് പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞൊരു കാര്യമാണ്, വ്യക്തിപൂജ എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെയോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ പ്രത്യശാസ്ത്രത്തിന് അന്യമാണ് എന്ന്. അന്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയിൽ നമുക്കറിയാം അതിനകത്ത് വ്യക്തികളില്ല, അതിനകത്ത് പാർട്ടി മാത്രമേ ഉള്ളൂ, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരില്ല. പക്ഷെ VS-നെ പലപ്പോഴും ഇങ്ങനെയായിരുന്നുവല്ലോ, കണ്ണേ കരളെ VS-എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരു ആരാധന മൂത്തുള്ള മുദ്രാവാക്യങ്ങളായിരുന്നുവല്ലോ. അതിനെയാണല്ലോ താങ്കൾ ഉദാഹരിച്ചത് ഇവിടെ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അന്നതുണ്ടായി. അന്നത് എങ്ങനെയാണ് ഉണ്ടായത്? അന്ന് സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ജനങ്ങളോടൊപ്പം ഇരകൾക്കൊപ്പം നിന്ന് ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയതിനെ തുടർന്ന് ജനങ്ങൾക്ക് അവരുടെ ഇടയിൽ നിന്നുണ്ടായ ആവേശത്തിൻ്റെ ഭാഗമായി അവർ പല സ്ഥലങ്ങളിലും VS-നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ നമുക്ക് ഇതുമായി എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഇന്ന് പാട്ടെഴുതിയ വ്യക്തി തന്നെ, അദ്ദേഹത്തിന്റെ പേര് പുന്നത്തൂർ ചിത്രസേന, ഒരു സർക്കാർ ജീവനക്കാരനാണ്. അല്ല, സർക്കാർ ജീവനക്കാരൻ, റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരനാണ് അല്ലേ. പിന്നീട് അദ്ദേഹത്തിന് ഒരു താൽക്കാലിക നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉപകാരസ്മരണ എന്ന രീതിയിൽ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അദ്ദേഹം ഇതിനെ ഈ വീരാരാധന എന്ന രീതിയിലല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഒരു ഭരണ നേട്ടമൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾക്കെല്ലാം കാവലായാളായി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എഴുതി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ ആരാധന മൂത്തുള്ള പുന്നത്തൂർ ചിത്രസേനന്റെ വാക്കുകൾ. പൂവത്തൂർ ചിത്രസേന ഇങ്ങനൊരു പാട്ടെഴുതാൻ കാരണം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് P. ഹണി എന്നോട് പറഞ്ഞ് നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ്, ഒരു വിപ്ലവഗാനം എഴുതണം, അത് പിണറായി സാഹിബിനെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് എഴുതിയത്. ഈ കവിത എഴുതുമ്പോൾ എഴുതാൻ തുടങ്ങുന്ന തലമല്ല എഴുതി വരുമ്പോഴുണ്ടാകുന്നത്. ഇത് പിണറായി സാഹിബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലായ്മയാണ്, അപ്പോൾ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും തെരഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിണറായി സാഹിബ് അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ എഴുതിയത്? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ കവി ചിത്രസേനൻ ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ അതൊരു അദ്ദേഹത്തിന് പിണറായി വിജയനോടുള്ള ഒരു ആരാധന മൂത്തെഴുതിയതാണ്. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ചെവി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്ന് കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതായത് ആ വാഴ്ത്തുപാട്ടിൽ മയങ്ങുന്ന പിണറായി വിജയനെയാണ് ഇന്ന് കേരളം കണ്ടത്. എന്തൊക്കെ ഇനി കാണേണ്ടി വരും? രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കവിയുടെ സർഗാത്മക രചനയെ, അദ്ദേഹത്തിന്റെ ആത്മാവിഷ്കാരത്തെ അദ്ദേഹം ആവിഷ്കരിക്കുകയും അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു യോഗത്തിൽ അവർ അവിടെ പാടുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊരു അക്ഷന്തവ്യമായ അപരാധവും അതൊരു വ്യക്തിപൂജയായി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ വിമർശിക്കപ്പെടുകയും ഇത്രയേറെ മണിക്കൂറുകൾ മാധ്യമ വിചാരണയ്ക്ക് അകപ്പെട്ടു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കാനുള്ള അവകാശവും സാധാരണ ജനങ്ങൾക്കും അതുപോലെ ഓരോ വ്യക്തിക്കുണ്ട്. അത് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക വിരുദ്ധമായിട്ടോ നിങ്ങൾ ചിത്രീകരിക്കുന്നിടത്താണ് നിങ്ങൾ അപകടത്തിൽ ചെന്നുപെടുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തെന്നാൽ ഒരാൾ വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ അയാളുടെ പ്രവൃത്തികളെ, സത്കീർത്തികളെ പ്രകീർത്തിക്കാനുള്ള അവകാശവും ഏതൊരു വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും സത്കീർത്തികൾ മൂലം അങ്ങനെ പ്രകീർത്തിക്കുകയാണെങ്കിൽ ആ പ്രകീർത്തനങ്ങളെ നിങ്ങൾക്ക് സുഖിക്കുന്നില്ല എന്നുള്ളതാണ്, വിമർശകർക്ക് സുഖിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ മാധ്യമ വിചാരണയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കാത്തത് കൊണ്ട് ഒന്നുമല്ല, ഇത് ആരെയാണ് സുഖിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യമാണല്ലോ, ആർക്കാണ് ഈ സ്തുതി പാടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണല്ലോ പ്രധാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികളില്ല, പ്രസ്ഥാനമാണല്ലോ എല്ലാറ്റിനും മുകളിൽ.
അപ്പോൾ നിശ്ചയമായും. പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയെയാണ് ഇവിടെ സ്തുതി പാടിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അല്ല, ഞങ്ങൾക്കാർക്കും ഈ പാട്ട് കേട്ടിട്ട് മോശമാണെന്നും തോന്നിയില്ല കേട്ടോ. നല്ല വരികൾ, നല്ല മ്യൂസിക്. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയെ പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കേട്ട് സുഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ വ്യക്തി പൂജയെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായി പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ നിങ്ങളുടെ വാഴ്ത്തലുകളോ നിങ്ങളുടെ സുഖിപ്പിക്കലുകളോ കേട്ട് സുഖം കൊള്ളുന്ന ഒരു മനുഷ്യനല്ല സഖാവ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ 6.5 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. പ്രകീർത്തിച്ചാൽ അല്ലല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരുന്നത് മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോഴാണ്. അതാണല്ലോ VS-ന്റെ കാര്യം ഇവിടെ ഉദാഹരിച്ചത്. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറയുമ്പോൾ അസ്വസ്ഥനാകുന്ന പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ P. ജയരാജനെ വർണ്ണിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പാർട്ടിയുടെ നിലപാട്? അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു പങ്കും കൂടി ഉണ്ടല്ലോ P. ജയരാജനെതിരെ ഒരു നിലപാടെടുക്കുന്നതിൽ. അപ്പോൾ മറ്റുള്ളവരെ സ്തുതിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പ്രശ്നമുള്ളത്, പിണറായി വിജയന് പ്രശ്നമുള്ളത്. അവനവനെ പുകഴ്ത്തുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഞ്ജുഷ്, മാധ്യമങ്ങളുടെ ലുല്ലുബി കേട്ടിട്ടും അല്ലെങ്കിൽ സ്തുതിപാഠകരുടെ വാഴ്ത്തലുകൾ കേട്ടും വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല സഖാവ് പിണറായി വിജയൻ. അത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി അത് പിണറായി വിജയൻ മാത്രമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന സ്തുതിപാഠകരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് അദ്ദേഹം ഉൾപുളകിതനായി എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതിനുശേഷം നടത്തിയിട്ടുള്ള വാക്കുകൾ കേട്ടാൽ തന്നെ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ. എന്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് പരിശോധിച്ചാൽ അദ്ദേഹം ഈ സ്തുതിഗീതങ്ങളൊന്നും കേട്ട് അങ്ങനെ ഇക്കിളി കൊള്ളുന്ന മനുഷ്യനൊന്നുമല്ല. അത്തരം തരംതാണ പ്രവൃത്തികളൊന്നും അദ്ദേഹത്തിനില്ല. വ്യക്തിപൂജയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. വ്യക്തിപൂജ നടത്തി എന്തെങ്കിലും കൈപ്പറ്റാമെന്ന് ആരും കരുതേണ്ട. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ്. ഇപ്പോൾ ഈ പാട്ട് എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു താൽക്കാലിക നിയമനം കിട്ടിയത് എങ്ങനെ എന്നുള്ള കാര്യവും സർക്കാർ ജീവനക്കാർക്കിടയിൽ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറക്കാൻ കഴിയില്ല, അദ്ദേഹം എൻ്റെ രക്ഷകനാണ് എന്ന രീതിയിൽ. അപ്പോൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഈ സർക്കാർ ജീവനക്കാരനായ ചിത്രസേനൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പലപ്പോഴും മാറിപ്പോവുകയാണ്, ചിത്രസേനൻ നടത്തിയിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ പോയി വീണത്? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതേ ഉള്ളൂ, അനർഹമായ ഒന്നും നേടിയെടുക്കുവാൻ ഈ വ്യക്തിപൂജ കൊണ്ട് സാധിക്കുകയില്ല എന്നിൽ നിന്നെന്ന്. അതേ ആൾ തന്നെയാണ് ഇന്ന് ആ സ്തുതിഗീതത്തിൽ അവിടെ മയങ്ങിയിരുന്നത്. അങ്ങനെ ഒരു സ്തുതിഗീതത്തിലും നിങ്ങൾ കരുതുന്നത് പോലെ സഖാവ് പിണറായി വിജയൻ ആ യോഗത്തിൽ മയങ്ങിയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കേട്ട ഒരു മാധ്യമ വിചാരണയ്ക്ക് നിന്നുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് അത് ഒഴിവാക്കാമായിരുന്നുവല്ലോ. അഡ്വക്കേറ്റ് BN ഖസ്കർ, അതിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്ത ഒരു പ്രവർത്തിക്ക് എന്തിനാണ് മുഖ്യമന്ത്രി വശംവദനാകുന്നത്? അപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. വ്യക്തിപൂജ എന്ന് പറയുന്നതിൽ അതിൽ എനിക്ക് ഇളവുണ്ട് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയല്ലേ? മഞ്ജുഷ്, അതിൽ 2 കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPM-ന്റെ വർഗ ബഹുജന സംഘടനയല്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയിൽ CPM-ന് യാതൊരു പ്രാതിനിധ്യമോ CPM-ന്റെ ഉത്തരവാദിത്തത്തിലോ നടക്കുന്നതല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. CPM-ന്റെ ഒരു നേതാക്കന്മാരും CPM-ന്റെ ഒരു പ്രവർത്തകരും അത് ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം. CPM-ന്റെ അഭിപ്രായം പറയേണ്ടത് MB ഗോവിന്ദൻ മാസ്റ്ററാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അതിനകത്ത് CPM ഓൺ ചെയ്യേണ്ടത്? ഈ യോഗത്തെ ഓൺ ചെയ്യണം, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഈ ഗാനത്തെ, ഈ പ്രകീർത്തനങ്ങളെ CPM ഏതെങ്കിലും തരത്തിൽ ഓൺ ചെയ്ത് CPM-ന്റേതായി മുഖ്യമന്ത്രി അത് കേട്ടിരുന്നുവെങ്കിൽ, തന്നെ പുകഴ്ത്തുന്ന ഒരു ഗാനത്തെ മുഖ്യമന്ത്രി കേട്ടിരുന്നുവെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ച് CPM ഓൺ ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്? അങ്ങനെയല്ല. ഞാൻ മഞ്ജുഷ് ഒരു കാര്യം കൂടെ ആകെ ഓർമ്മിപ്പിക്കാം. 2022 പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു തിരുവാതിരയുണ്ട്. കാരണഭൂതൻ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തലുകൾ കൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ട്രോളുകൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു വാക്കാണ് കാരണഭൂതൻ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു തിരുവാതിര നടത്തുന്നത് സംബന്ധിച്ച് CPM റിവ്യൂ നടത്തിയിട്ടുണ്ട്. CPM റിവ്യൂ നടത്തിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റായിരുന്ന ഒരു തീരുമാനമായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് CPM. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ ഈ കാരണഭൂതനും കാവലാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറയുന്നതും ഈ കാരണഭൂതനും, ഇതിലെല്ലാം സമരധീര സാരഥി പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണല്ലോ, അത് സംശയമില്ലല്ലോ. 2 പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. നമ്മുടെ വിപ്ലവ ഗാനങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് വേണം ഒന്നാമതായി മനസ്സിലാക്കാൻ.
അത് ഒരു കവിയുടെ സർഗാത്മകത, ആ കവിക്ക് കവിയുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം നൽകാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നൽകാൻ ഈ കേൾക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദോരാതെ വർത്താനം പറയുന്ന ആരെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കണം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ കവിയുടെ സ്വാതന്ത്ര്യത്തെയോ ഒന്നും ആരും ഇവിടെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പിണറായി വിജയൻ ഒരു വാഴ്ത്തുപാട്ട് പാടി, അതങ്ങ് അംഗീകരിക്കാമല്ലോ. ഈ പറയുന്ന ചിത്രസേനൻ ഇദ്ദേഹം ഒരു വലിയ കവിയൊന്നുമല്ല, അദ്ദേഹത്തിന് പിണറായി വിജയനെ ഒന്ന് വാഴ്ത്തണമെന്ന് തോന്നി. അതിന് പിന്നെ ചില കാര്യങ്ങളുമുണ്ട്. കാരണം ഒരു താൽക്കാലിക നിയമനമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്, വെറുതെ അല്ല കേട്ടോ. അനധികൃതമായിട്ടുള്ള ഒരു നിയമനമാണ് അവിടെ കിട്ടിയത്. അതിന്റെ ഒരു നന്ദി പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി ഒരു വാഴ്ത്തുപാട്ട് പാടി. ഇതും മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഈ വാർത്തയും പുറത്തു വന്നതാണ്. എന്നിട്ടും അതിൽ മയങ്ങിയിരുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായി പോയത്. ഷാജഹാൻ, ഇതിൽ ഒരു അപാകതയും കാണുന്നില്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇതിൽ ഒരു ഈ പാട്ട് കേട്ട് മയങ്ങിയിരുന്നിട്ടില്ല മുഖ്യമന്ത്രി. സ്തുതി പാഠകരുടെ നടുവിലല്ല മുഖ്യമന്ത്രി. ഇതാണ് ഹസ്കറുടെ വാക്കുകൾ. അല്ല മഞ്ജുഷ, ഇതിനകത്ത് ആദ്യമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ മുഴുവൻ ജനങ്ങളും പുച്ഛിക്കുകയും മുഴുവൻ ജനങ്ങളും പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാ നടപടികളെയും വന്ന് ചാനലുകളിലിരുന്ന് അന്ധമായി ന്യായീകരിക്കുന്നത് കൊണ്ട് ഈ പ്രസ്ഥാനത്തിനും അവിടെ മയങ്ങിയിരുന്ന പിണറായി വിജയനും ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്ന് ഇതുപോലെ ചെന്നിരുന്ന് വാദോരാതെ സംസാരിക്കുന്നവർ ഒന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് എന്താണ്? വാഴ്ത്തുപാട്ടാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഏത് CPM കാരനാണ് അറിയാൻ പാടില്ലാത്തത്? ഏത് CPMൻ്റെ അണിക്കാണ് അറിയാൻ പാടില്ലാത്തത്? അവരെല്ലാവരും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയെ ഒരു ചാനലിൽ പോയിരുന്ന് അന്ധമായി ന്യായീകരിക്കുന്നത് കൊണ്ട് ഈ പാർട്ടിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയാണെന്നുള്ള അടിസ്ഥാന തത്വം പോലും അറിയാതെയാണ് ഇതുപോലുള്ള ആളുകൾ ഇവിടെ നിന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചക്കാരൻ ഇവിടെ പറഞ്ഞതെന്താ? ഈ ചർച്ചക്കാരൻ ഇവിടെ പറഞ്ഞത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് CPMുമായി ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് ഏത് ലോകത്താണ് ഇയാൾ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇയാളോട് പറയാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഈ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ ഒരു തമ്മിത്തല്ല്, ഒരു തമ്മിലടി സാക്ഷാൽ പാർട്ടി സെക്രട്ടറി തന്നെ വന്നിരുന്ന് പരിഹരിച്ച വിവരം പത്രങ്ങളിൽ വന്നിരുന്നു. ഇതിനകത്തുള്ള വലിയൊരു ഇരട്ടത്താപ്പ് എന്താണെന്നറിയാമോ? ഈ ചർച്ചക്കാരനോ ഒന്നും അറിയാൻ മേലാത്ത കാര്യമാണോ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ CPMൻ്റെ സംഘടനയാണെന്നുള്ളത്, CPMൻ്റെ വർഗബഹന സംഘടനയാണെന്നുള്ളത് ഇയാൾക്ക് അറിയാൻ പാടില്ലെന്നിട്ടാണോ? അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണ്? സത്യമറിയാവുന്ന ഇതുപോലുള്ള ചർച്ചയ്ക്ക് വരുന്ന ചർച്ചക്കാർ ചാനലിൽ വന്നിരുന്നിട്ട് ശുദ്ധ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. ഇപ്പോൾ ഇയാൾ തന്നെ ഈ പാട്ടെഴുതിയതും തന്നെ, ഈ പാട്ടെഴുതിയ ആൾ പിന്നെ റിട്ടയർ ചെയ്തിട്ട് അവിടെ തിരിച്ച് ജോലി കിട്ടിയെന്ന് മാത്രമല്ല, അയാൾക്ക് അനധികൃതമായി ഒരു കാറും ഡ്രൈവറും വരെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ ഇന്ന് ഞാൻ വായിച്ചതാണ്. ഏതൊരു മെസ്സഞ്ചർ ജോലിയല്ലേ? അയാൾക്ക് അനധികൃതമായിട്ട് കാറും ഡ്രൈവറും കൊടുത്തതാണ്. ഇനി അയാൾ വന്ന് വിളിച്ചു പറഞ്ഞ പൊട്ടത്തരം എന്താ? അയാൾ പറയുകയാണ് പിണറായി വിജയൻ എന്തോ വിദേശത്ത് പോയി അവിടുന്ന് സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. എന്തൊരു അസംബന്ധമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇയാൾക്ക് നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ അച്യുതാനന്ദനെ പറഞ്ഞാൽ അയാൾക്ക് ചൊറിയും, അയാൾക്ക് P ജയരാജനെ പറഞ്ഞാൽ ചൊറിയും. അതേസമയം അയാളെ പറഞ്ഞാൽ അതിൽ നെഞ്ചത്തടിച്ച് സന്തോഷിക്കും. അത്രയ്ക്ക് മീനായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന എന്താണെന്നൊന്നും അയാൾക്കറിയില്ല. അയാളൊരു കോട്ടറിയുടെ നടുവിൽ, ഒരു സ്തുതിപാഠകരുടെ നടുവിൽ ജീവിക്കുന്ന വെറുമൊരു കളിപ്പാവയാണ് ആ മനുഷ്യൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വന്നിരുന്നിട്ട് ഈ ചർച്ചക്കാരൻ പറയുകയാണ് എന്താണ് പിന്നെ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ വാഴ്ത്തുപാട്ട് കേട്ട് സന്തോഷിച്ച, നമ്മൾ എന്തൊരു അബദ്ധമാണിത്. അല്ല ഞാൻ പറഞ്ഞത്, ഈ സന്തോഷിച്ചാൽ തന്നെ എന്താണ് കുഴപ്പം? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളാണ് വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വ്യക്തികളില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ഇയാൾ തന്നെ, ഈ പിണറായി വിജയൻ തന്നെ ശംഖുമുഖത്ത് പോയെന്ന് പറഞ്ഞെന്താ? മറ്റേ ബക്കറ്റിനകത്ത് അല്ലേ VSനെ വിമർശിച്ച ഓർമ്മയില്ലേ? ബക്കറ്റിനകത്ത് വെള്ളം കിടന്ന് തിരയടിച്ചിട്ട് കാര്യമില്ല. വെള്ളം തിര ഉണ്ടെങ്കിൽ കടലിൻ്റെ മാർത്തടത്തിലെ തിരയുണ്ടാവൂ എന്നാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞെന്താണ്? പാർട്ടി പ്രസ്ഥാനം അതാണ് വലുത് എന്ന് പറഞ്ഞ
ആ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയവൻ വന്നിരുന്ന് തന്നെ സ്തുതിക്കുന്നത് കേട്ട് വളിച്ച ചിരിയുമായി അവിടെ ഇരിക്കുമ്പോൾ അത് കാണുന്ന ജനങ്ങൾ, അത് കാണുന്ന പാർട്ടി അനുഭാവികൾ, അത് കാണുന്ന പാർട്ടി മെമ്പർമാർ, അവർക്കൊക്കെ ഈ നോസിയേറ്റിംഗ് ആയിട്ടൊരു ഫീൽ ഉണ്ടാവും. അതായത് ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ അത് വിമർശന വിധേയമാകും. കാരണം ഈ കാരണഭൂതൻ എന്ന് പറഞ്ഞത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ക്യാപ്റ്റൻ എന്നുള്ള കാരണഭൂതൻ വളരെയധികം വിമർശനം ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. കോൺഗ്രസിലാണെങ്കിൽ ഇതാരും ചർച്ചയ്ക്ക് എടുക്കുകയില്ല. കാരണം അവിടെ അങ്ങനെ ഈ വ്യക്തിപൂജ പാടില്ല, വ്യക്തിപരമായിട്ട് ആളുകളെ സ്തുതിക്കരുത് എന്നൊന്നും പറയാറില്ല. പക്ഷേ CPM അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും, ഈ വ്യക്തിപൂജയുടെ കാര്യം പറഞ്ഞുവെങ്കിലും, ഇന്ന് പക്ഷേ അതൊരു സ്തുതി പാടിയതൊന്നുമല്ല. ഇത് ഈ ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അതെടുത്തു പറഞ്ഞു എന്ന് കവി പറയുന്നത്, അത് അതിനെ ആ സ്വാതന്ത്ര്യത്തിൽ എടുത്താൽ മതി എന്ന് ഹസ്കർ ഇവിടെ പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ താങ്കൾ മറുപടി നൽകും? ശ്രീ മഞ്ജുഷ്, ഞാൻ ആദ്യം ഈ കവിത കേട്ടപ്പോ, രാവിലെയും ഇന്നലെ വൈകിട്ടുമൊക്കെയായി നിങ്ങൾ ഈ കവിത ഏറെ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് നെടുമങ്ങാട് ഈ പറയുന്ന ഭാഗത്തുള്ള ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ ഈ മുഖ്യമന്ത്രിയെ ട്രോളി ഒരു കവിത എഴുതിയതാണ് എന്നാണ്. ഉടനെ തന്നെ ഞാൻ നെടുമങ്ങാടുള്ള എന്റെ സഹപ്രവർത്തകരെ വിളിച്ചു ചോദിച്ചു, ആരാണ് ഈ ചിത്രസേനൻ? അപ്പോ അവര് പറഞ്ഞു, അത് നമ്മുടെ കോൺഗ്രസ്സുകാരനല്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ വല്ലോ മനവിഭ്രാന്തിയും മൂത്ത് അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെയല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. അതായത് SFI കാലം തൊട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, മെയ്ഡ് ചെയ്യപ്പെട്ട ഒരു മെയ്ഡ് ബോൺ കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പം അതിൽ അതിശയിക്കാനൊന്നുമില്ല, അവരിങ്ങനെയൊക്കെ പറയും. ഇനി രണ്ടാമതൊരു പ്രശ്നമുണ്ട് ഈ കവിതയുമായി ബന്ധപ്പെട്ട്. കവിത അവിടെ പാടുന്നു എന്നത് നേരത്തെ ഹസ്കർ പറഞ്ഞല്ലോ, അങ്ങനെ ഒന്ന് കേട്ട് കോൾമയർ കൊള്ളുന്ന ആരല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ, ശ്രീ ഹസ്കർ, ഈ കവിത ഇന്നലെ തന്നെ വിവിധ മാധ്യമങ്ങളിൽ എയർ ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ, അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കവിത എത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോ ഇത് ആ കവിത അവിടെ ആവശ്യമില്ല, അത് അനാവശ്യ വിമർശനങ്ങളിലേക്ക് വഴിവെക്കും, അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, തനിക്ക് തന്നെ ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ തളരാത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് താങ്കൾക്ക് അറിയാമല്ലോ. അതെ, ആ സാമാന്യം വന്നാൽ ആ വിമർശനത്തെ നേരിടും. അതാണ് ഇന്ന് കണ്ടത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. കാരണം അത് കേട്ടിട്ടേ അദ്ദേഹം പോയുള്ളൂ. പാട്ട് തീരുന്നതിന് മുൻപ് അദ്ദേഹം എത്തുകയും ചെയ്തു, ബാക്കിയുള്ളത് ആസ്വദിക്കുകയും ചെയ്തു. സാധാരണ അദ്ദേഹം പല പരിപാടിയിലും താമസിച്ചാണ് എത്തുന്നത്. ഇനി ഈ പാട്ടിന്റെ തുടക്കത്തിന്റെ ഒരു ലൈനെങ്കിലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് പറഞ്ഞതിലും നേരത്തെ അവിടെ എത്തി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഹസ്കർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, ഈ സെക്രട്ടറീസ് അസോസിയേഷൻ യൂണിയന് CPM-യുമായി ബന്ധമില്ല. ഇന്നത്തെ അവിടുത്തെ പരിപാടി സംഘടിപ്പിച്ച ആളുടെ പേരെന്താണ് ഹസ്കർ? അദ്ദേഹത്തിന്റെ പേര് വി ജോയ് എന്നാണ്. ആരാ വി ജോയ്? നിങ്ങളുടെ തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആ വി ജോയെ വിളിച്ചു പറഞ്ഞ പോലെ, ജോയ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ പാട്ട് അവിടെ ഇല്ലാതാവില്ലേ? പക്ഷേ പിണറായി വിജയന് കോൾമയിൽ കൊള്ളാൻ വേണ്ടി ഇതാ ഒരു അനുജാപക വൃന്ദം ഉണ്ടാക്കി കൊടുത്ത പാട്ട് നേരിട്ടിരുന്നു കേൾക്കണമെന്നും, അങ്ങനെ നേരിട്ടിരുന്നു കേൾക്കുമ്പോൾ ആരെങ്കിലും വിമർശിച്ചാൽ അവരൊക്കെ അവിടെ നിന്ന് അങ്ങനെ വിമർശിച്ചോട്ടെ, ഞാൻ അതിൽ അങ്ങനെ ആലസ്യത്തിൽ, അതിന്റെ സുഹാലസ്യത്തിൽ ഞാൻ സമ്പൂർണമായും, ഇപ്പൊ നേരത്തെ ഈ ഗോപൻ സ്വാമിയൊക്കെ സമാധിയായതുപോലെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സമാധിത്വത്തിലേക്ക് എത്തുന്നത് പോലെ ഞാൻ അതിന്റെ പീക്ക് പോയിന്റിലേക്ക് എത്തി നിൽക്കുന്ന വിഷ്വൽസ് എല്ലാ ചാനലുകളിലും പ്രദർശിപ്പിക്കട്ടെ എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. ഇനി കവിതയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കവിതയിൽ പറയുന്ന ഒന്ന്, അദ്ദേഹം സമര നായകനാണ് അത്രേ. ഈ പിണറായി വിജയൻ സമരം നടത്തിയിരുന്ന കാലത്ത് ഒന്ന് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അടിയന്തരാവസ്ഥക്കാലത്തെക്കാളും വലിയ പോലീസ് വേട്ടയാണ് പിണറായിയുടെ 7-8 കൊല്ലം കൊണ്ട് ഇവിടെ നടന്നത്. ഞാൻ കണക്ക് പറയണോ? ഞങ്ങളുടെ 360ഓളം ഗുരുതരമായ ചികിത്സയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുണ്ട്. കണ്ണു നഷ്ടപ്പെട്ടവർ, നട്ടെല്ലിന്റെ ബോൺ നഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ പോലീസ് വേട്ടയിൽ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വടിയുമായി ഇറങ്ങി ലാത്തിക്ക് തല്ലുന്നത് കണ്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആൾക്ക് ഞാൻ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് വാഴ്ത്തുപാട്ടിനെ താങ്കൾ ചോദ്യം ചെയ്യേണ്ട. അതാ ആ പറയുന്നയാള് നേരത്തെ ആ ചിത്രസേനൻ എന്നയാൾ എഴുതിയല്ലോ, ആ ചിത്രസേനന്റെ പാട്ടിനെ നമ്മൾ അവലോകനം ചെയ്യുന്നത് പോലെ ആയി പോകും. അത്രയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് അതിനകത്ത് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നത്. അതാണ് ഇവിടെ ഷാജഹാൻ പറഞ്ഞത്, നേരത്തെ ഇവിടെ കേൾപ്പിച്ചതും. വിദേശത്ത് പോയി
പണം പിരിച്ചെന്നാണ് സമ്പത്ത് കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ സേവിച്ച ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. അപ്പോൾ ആ ആരാധന അതിന്റെ അങ്ങേ തലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഓരോ വാക്കുകളിലും പ്രതിഫലിച്ചിട്ടുമുണ്ട്. ശ്രീ മഞ്ജുഷ്, അടങ്കൽ തുക അപ്പാടെ അടിച്ചു മാറ്റിയൊരു അഴിമതി ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അതിന്റെ പേര് ലാവ്ലിൻ ആണ്. അടങ്കൽ തുക അപ്പാടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ലാവ്ലിൻ സ്ഥിതി ചെയ്യുന്ന കാനഡയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആളാണ് പിണറായി വിജയൻ. ആ പിണറായി പറ്റിയാണ് പറയുന്നത്, ഇതാ അങ്ങുള്ള രാജ്യത്ത് നിന്ന് ഇവിടെയുള്ളവർക്ക് അരിയും പച്ചരിയുമായി വന്ന ആളാണ്. നാണമുണ്ടോ പിണറായി വിജയന്? പണ്ട് VS അച്യുതാനന്ദൻ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മഞ്ജുഷ് അടക്കമുള്ളവർ സൂചിപ്പിച്ചു പോയല്ലോ, ശ്രീ ഷാജഹാൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചു പോയി. പണ്ട് എന്താണ് പിണറായി വിജയൻ VS അച്യുതാനന്ദനോട് ഇത്തരം കാര്യങ്ങളിൽ എടുത്ത നിലപാട്? കണ്ണേ കേരള VS എന്ന് വിളിച്ച് എത്ര പേരെ പാർട്ടിക്ക് പുറത്തു നിർത്തി. ബ്രാഞ്ച് മെമ്പർഷിപ്പ് സ്ഥാനത്ത് നിന്ന് തന്നെ വെളിയിലാക്കപ്പെട്ട എത്രയോ പേർ VSന് സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ള ഒറ്റ പേരിൽ ബ്രാഞ്ച് മെമ്പർഷിപ്പ് പോലും നഷ്ടപ്പെട്ട എത്രയോ CPM സഹപ്രവർത്തകർ ഇന്നും നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. ഇതേ പിണറായി വിജയനല്ലേ VSനോട് ഇതാ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഇരമ്പം ഉണ്ടാവുന്നത്, ബക്കറ്റിലെടുത്താൽ അതൊരു വെറും ഉപ്പുവെള്ളമാണ് എന്ന് പറഞ്ഞത്. ആ ഉപ്പിട്ട ഭരണി പോലെ ഈ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ കാലത്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ടാണ് പിണറായി സ്തുതി പാഠകർക്ക് സാധിക്കാത്തത്? PJ ആർമി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്ക് പേജ്, അത് 437 പേരാണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 437 പേര് ലൈക്ക് ചെയ്ത ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായപ്പോ തനിക്ക് പകരം ഒരു പ്രതിഷ്ഠ ഇതാ ഈ അമ്പലത്തിൽ സ്ഥിതി ചെയ്യാൻ പോകുന്നു, അവിടെ കൂടുതൽ പൂജ ഉണ്ടാകുമോ എന്ന് പേടിച്ച് വിറളിപ്പുണ്ട്. PJ രാജനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ വേണ്ടി തന്റെ വെട്ടിക്കുളക്കൂട്ടത്തെ പറഞ്ഞു വിട്ട ആളല്ലേ പിണറായി വിജയൻ? നാണമുണ്ടോ? അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഈ മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ ഇങ്ങനെ ഒരു പിണറായി വിജയനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് എഴുതി അവിടെ ആലപിക്കുക, 100ഓളം ജീവനക്കാരാണ് അങ്ങനെ ആലപിച്ചത്. അതും ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഈ ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതേ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടാൻ എത്തിയവർ അത് ഓഫീസ് സമയത്താണ് എത്തിയത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഈ ഒരു ചടങ്ങിൽ എന്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വർണ്ണിച്ചുകൊണ്ട്, പിണറായി വിജയനെ വർണ്ണിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനൊരു പാട്ടിൻ്റെ ആവശ്യം? ആ ഒരു സാഹചര്യവുമായിട്ട്, ആ ചടങ്ങുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നുപോലും അല്ലല്ലോ അത്. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും പരമപ്രധാന ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ CPMന്റെ വർഗ ബഹുജന സംഘടന അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വർഗ ബഹുജന സംഘടനകൾ CPMന്റേത് ഏതൊക്കെയെന്നുള്ളത് അറിയാത്ത ആളല്ല ഷാജഹാൻ സാറ്. അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹം നാളിതുവരെ നാവെടുത്ത് വളയ്ക്കുന്നത് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടേയിരിക്കാനാണ്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്, അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പക്ഷേ മറുപക്ഷത്ത് പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാനോ അതല്ല മറുപക്ഷത്ത് പിണറായി വിജയൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഒരാൾ തയ്യാറായാൽ ആ പറയുന്ന ആളുകളെ അങ്ങ് തേജോവധം ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കവിയുടെ സ്വാതന്ത്ര്യത്തെ, ആ കവിയുടെ വാക്കുകളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കവിത്വമില്ല എന്ന അർത്ഥത്തിൽ നമ്മളൊരു നിരൂപക പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടിരുന്ന് വിമർശിക്കാൻ തുടങ്ങിയാൽ അതങ്ങനെ വിമർശിക്കാം. അതിനപ്പുറം ഇതിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ സംഘടനയുടെ നേതാക്കന്മാരുടെ യുക്തിബോധത്തിന് ഈ പാട്ട് അവിടെ അവതരിപ്പിക്കണോ വേണ്ടയോ എന്ന് അവരുടെ യുക്തിബോധത്തിന് വിടുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരുപക്ഷെ ഞാനാണ് ആ സംഘടനയുടെ നേതാവെങ്കിൽ ഇത്തരമൊരു പാട്ട് അത്തരമൊരു വേദിയിൽ ഞാൻ അവതരിപ്പിക്കുന്നതിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള സുനിശ്ചിതമായ ഉത്തരം എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ എന്റെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്റെ രാഷ്ട്രീയ അതെന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് BN അതെന്തുകൊണ്ടാണ് അങ്ങനെ? താങ്കളായിരുന്നു ആ പരിപാടിയുടെ മുഖ്യ സംഘാടകനെങ്കിൽ അത് വേണ്ട എന്ന് പറയുമായിരുന്നു. അതെന്തുകൊണ്ട്? അതല്ല, എന്തുകൊണ്ടെന്നാൽ പ്രത്യയശാസ്ത്ര ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നുവരെ വായിച്ച അറിഞ്ഞ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അത് VSനെ കണ്ണേ കരളെ റോസാപ്പൂവേ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ പിണറായി വിജയനെ കാവലാളെന്നോ കാരണഭൂതനെന്നോ വിശേഷിപ്പിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അത് പറയുമ്പോൾ അത് ആരെയെങ്കിലും പക്ഷം പിടിക്കുകയോ ആരെയെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതുമല്ല. അത് വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് CPM അല്ല ചെയ്തത് എന്ന മിനിമം രാഷ്ട്രീയ ബോധ്യമെങ്കിലും വിമർശകർക്ക് ഉണ്ടാവേണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് താങ്കൾ സമ്മതിച്ചു. താങ്കളുടെ നല്ല മനസ്സ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ്. പിന്നെ അത് CPM അല്ല അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ
ചെയ്തുകൂടാ എന്ന് പറയുവാൻ മുഖ്യമന്ത്രിക്ക് പറ്റും. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് പോലുമല്ല, അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പറ്റും. ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് പറയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പങ്കെടുത്തു. അപ്പോൾ അല്ലല്ല, അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സെവിടെ? അങ്ങനെയല്ല. ഇപ്പോ മഞ്ജുഷ്, നമ്മളെ ഒരു സൗഹൃദ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടും. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ അതിൽ സ്വാഗതം പറയുന്നവർ വാഴ്ത്തലുകളാണ് പറയാറുള്ളത്. കേൾക്കുന്നതും നമ്മൾ അത് തന്നെയാണ്. അല്ലാതെ ആ വാഴ്ത്തലുകളും ആ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അദ്ദേഹം അർഹിക്കുന്നതിനപ്പുറമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയാറുള്ളത്. അത്തരത്തിൽ ആളുകൾ പറയും. ആ വാഴ്ത്തലുകളും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലല്ല, ആ വാഴ്ത്തലുകളും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇത് കൃത്യമായിട്ട് വ്യക്തി പൂജയിലേക്കാണ് പോകുന്നത്. അതിലെ ഓരോ വരിയും അങ്ങനെയാണ്. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിൽ കാണേണ്ടത് വിമർശിക്കാനുള്ള അർഹത ഉള്ളതുപോലെ തന്നെ പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശവും ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പോ അത് സഖാവ് പിണറായി വിജയനെ ആയി പോകുമ്പോ പലരും നെറ്റി ചുളിക്കുന്നതും വിയർപ്പ് തുറയ്ക്കുന്നതും അതുകൊണ്ടാണ്. ഒരു ചെറിയ വിഷയമുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഞാനായിരുന്നുവെങ്കിൽ ഞാനിത് തെറ്റാണെന്ന് പറയും എന്ന് പറയുന്ന അതേ ആൾ തന്നെ അവിടെ ഇത് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് ഒരേ നാക്കിൻ്റെ കൊണ്ട് തന്നെ വാദിക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ? അത് തെറ്റാണെങ്കിൽ അത് തെറ്റ്, അതല്ലേ പറയേണ്ടത്. അത് തെറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷേ അവിടെ നടന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നു പറഞ്ഞാൽ അതിനാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ന്യായീകരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ന്യായീകരിക്കലോ വിമർശിക്കലോ ആണ് എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് അതിനേക്കാൾ വലിയ അസംബന്ധം. പിണറായി വിജയനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ CPM-നെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടും CPM എന്നുള്ള നിലയിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ നയങ്ങൾ തെറ്റിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ വിമർശന വിധേയനാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളുടെ ഒന്നും പുറകിലുള്ളത് വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകളല്ല എന്നുള്ള മിനിമം ബോധ്യം പോലും ഈ ഹസ്കർ എന്ന് പറഞ്ഞ മനുഷ്യനില്ല. ഒന്ന്. രണ്ട്, എതിർക്കാം അതുപോലെ തന്നെ വാഴ്ത്താം എന്ന് പറയുമ്പോൾ എതിർക്കുന്നത് വ്യക്തിയല്ല. ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പാർട്ടിയുടെ സംഘടനയല്ലെന്നാണോ ഈ ഹസ്കർ പറയുന്നത്? എന്തൊരു അസംബന്ധമാണ്. ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞോളൂ. പാർട്ടിയുടെ സംഘടന, പാർട്ടി മെമ്പർമാരല്ലാത്തവർക്ക് അതിനകത്ത് ഭാരവാഹിയാകാൻ കഴിയില്ല. അതിൻ്റെ ആ സംഘടനയിലെ ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പാർട്ടി. ആ സംഘടനയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ചെല്ലുന്നത് പാർട്ടി സെക്രട്ടറി. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ആ സംഘടനയ്ക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ അസംബന്ധം. പിന്നെ വാഴ്ത്തൽ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയൊന്നും ഇവിടെ ഇല്ല. അത് അസംബന്ധം, അത് അബ്സേർഡിറ്റി, ഹൈറ്റ് ഓഫ് അബ്സേർഡിറ്റി. ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല. പിണറായി വിജയനെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ചിരിക്കുന്നത് പാർട്ടി. അതുകൊണ്ട് പിണറായി വിജയനിൽ ഒരു വ്യക്തിയില്ല. വ്യക്തി എന്നുള്ളൊരു ഐഡൻറ്റിറ്റി പിണറായി വിജയൻ ഇല്ല. പിണറായി വിജയന് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനിൽ വ്യക്തിഗതമായി ഒരു കാര്യവും നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പിണറായി വിജയൻ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വാഴ്ത്തുക എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി പാർട്ടി വിരുദ്ധമാണ്. പാർട്ടിക്കകത്ത് വാഴ്ത്തലില്ല. അതുകൊണ്ടാണല്ലോ പി ജയരാജനെതിരെ അങ്ങനെ ഒരു നടപടി വേണ്ടി വന്നത്. അതെ, അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ വ്യക്തിഗതമായി വാഴ്ചയാൽ അതും തെറ്റു തന്നെ, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ വരുന്നതെങ്കിൽ, പാർട്ടിക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ് സംസാരിക്കാൻ വരുന്നതെങ്കിൽ ഈ വർത്തമാനങ്ങളെല്ലാം പാർട്ടിക്ക് പരിക്കുണ്ടാക്കുകയും പാർട്ടിയുടെ ശരീരത്തിൽ ചെളി വാരികേറുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള മിനിമം ബോധ്യമെങ്കിലും
ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ അല്ലെങ്കിൽ വക്കീലാണ് എന്ന് പറയുന്ന ഈ ഭാസ്കറിനൊക്കെ ഉണ്ടായാൽ നല്ലത്. ഇത് സ്വയം ഇതിനെയൊക്കെ ന്യായീകരിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വയം വിവസ്ത്രനാവുകയാണ് പാർട്ടി അണികളുടെ മുന്നിൽ എന്നുള്ള ഒരു മിനിമം ബോധ്യമെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് ഉണ്ടായാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ശരി, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുകയാണ്. ശ്രീജിത്ത് പണിക്കർ, ഈ കാരണഭൂതനിൽ നിന്ന് ഇപ്പോൾ കാവലാളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതൊരു അവതാര പെരുക്കം എന്ന് തന്നെ പറയാം. ഇത് ഈ വർണ്ണനകൾക്ക് ഇങ്ങനെ കാത് വെച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് ഈ കവി തന്നെ പറയുന്നത് കേട്ടാൽ വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർണ്ണനകൾ നടത്തി എന്നതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ചെവി കൊടുത്തത് എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. ശ്രീ മഞ്ജുഷ്, ഇത് രാജഭരണത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളൊക്കെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ തന്നെയുള്ള കവികളുണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ധനസമ്പാദനത്തിനോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ നേടിയെടുക്കുന്നതിനോ സ്വർണം കിട്ടുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ഇതേപോലെ സ്തുതിച്ച് കവിതകൾ എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് കഴിയുന്ന സമയത്ത് വളരെ പ്രസന്നനായിട്ട് രാജാവ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മാല അല്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണവള, അതല്ലെങ്കിൽ ഒരു പണക്കിഴി, ഇതൊക്കെ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് CPM-കാർ പോലെയാണ് നമ്മളോട് പലപ്പോഴും പറയുക. പക്ഷേ പല പ്രവൃത്തികളിലും നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് രാജഭരണ കാലത്തുണ്ടായിരുന്ന എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു രാജാവിനെ പോലെ തന്നെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, ഒരുപക്ഷെ രാജാവിൻ്റെ അടുത്തേക്ക് ആൾക്കാർക്ക് പോകാൻ കഴിയാത്തതുപോലെയുള്ള ഒരവസ്ഥയുണ്ട്. വലിയ പരിവാരങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ സ്തുതി ഗീതങ്ങൾ. അത് പ്രത്യേകിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അത് ഇറക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്ത് നേരത്തെ അനൗൺസ് ചെയ്ത് പാട്ട് പുറത്തുവിട്ട് വരികൾ പുറത്തുവിട്ട് ഒക്കെയാണിത് പാടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്ന രീതി നമ്മൾ കണ്ടതല്ലേ. ഇങ്ങനെ ഒരു പാട്ടിനെ പറ്റി കേട്ടിട്ടില്ല, ആരാണ് എഴുതിയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നീട് ചില പരാമർശങ്ങൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാകും എന്നാണ്. അതായത് തനിക്കെതിരെ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയ പ്രശംസ പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഹൃദയവേദന അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള വിജയനുണ്ട്. പഴയ വിജയനുമുണ്ട്, പുതിയ വിജയനുമുണ്ട്. പുതിയ വിജയൻ ഒരുപക്ഷെ പഴയ വിജയന്റെ പല നിലപാടുകളും മറന്നുപോയി എന്നാണ് തോന്നുക. കാരണം പാർട്ടിയിൽ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്തുതിഗീതങ്ങൾ ഉണ്ടാകാൻ പാടില്ല, വ്യക്തിപൂജ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള CPM-ന്റെ ഒരു നിലപാടിനെ പറ്റുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. അത് നമുക്ക് P. ജയരാജന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറിയാം. അദ്ദേഹം ഏത് സമയത്താണ് കൃഷ്ണപിള്ളയുമായി താരതമ്യം ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായത്, ജയരാജന് വേണ്ടിയിട്ടൊരു ആർമി ഉണ്ടായത് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളും ആ സമയത്തുണ്ടായിരുന്ന പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ, ഇടപെടൽ, പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ശ്രീ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു യൂ-ടേൺ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല ഗാനങ്ങൾ കണ്ടു. ആദ്യത്തേതുണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നില്ല, മറിച്ച് അത് പാർട്ടിയുടെ മാത്രമായിട്ടുള്ള സ്പോൺസർഷിപ്പിൽ വന്ന കാര്യമായിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവാതിര ഗാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ ആ കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടിന്റെ വരികളാണെങ്കിലും അതിന്റെ അർത്ഥമാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥമില്ലായ്മയാണെങ്കിലും ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്, ട്രോൾ ചെയ്യപ്പെട്ടതാണ്, പരക്കെ വിമർശിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്ന ചൂടുവെള്ളത്തിൽ വീഴുന്ന ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തണുത്ത വെള്ളം കാണുന്ന സമയത്തും ഒരു അങ്കലാപ്പൊക്കെ, ഒരു ആശങ്കയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന പൂച്ചകൾക്കൊക്കെ തന്നെ അങ്ങനെ ഒരു ആശങ്കയില്ല എന്ന് മാത്രമല്ല, കാണുന്നിടത്തെല്ലാം തന്നെ വേണമെങ്കിൽ ചാടിക്കോ എന്ന് കരുതിയിട്ട് ചൂടും തണുപ്പുമുള്ള വെള്ളമെല്ലാം തന്നെ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇതിൽ മുമ്പ് ഈ രീതിയിലത്തേക്കുള്ള ഒരു വിമർശനത്തിന് വിധേയനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട്, അത് പാർട്ടിയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാത്തതെന്നാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏതൊരു പരിപാടിയും, അത് പാർട്ടി പരിപാടി ആയിക്കോട്ടെ, അതല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുന്ന പരിപാടി ആയിക്കോട്ടെ, സ്വകാര്യ ചടങ്ങായിക്കോട്ടെ, അതിലെല്ലാം തന്നെ അതിന്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് അദ്ദേഹം എത്തുക, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്, സുരക്ഷ എന്തായിരിക്കണം, ആൾക്കാർ എവിടെ ഇരിക്കണം, എത്ര പേരിരിക്കണം, ആർക്കൊക്കെ ആക്സസ് ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെ പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം അവിടെ വേദിയിൽ വന്നതിന് ശേഷം എത്ര സമയം ഇരുന്നതിന് ശേഷമാണ് സംസാരിക്കുക, സംസാരിക്കുന്നതിന്റെ ഓർഡർ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്.
അത് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും അവിടെയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വലിയ രീതിയിലത്തേക്കുള്ള സ്തുതി ഗാനങ്ങളൊക്കെ തന്നെ പാടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം വേദിയിൽ വരുന്നു. വേദിയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് പോലും ഈ പാട്ട് തീരുന്നില്ലല്ലോ, അതിന്റെ അവസാന ഭാഗം അപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ടുള്ള വലിയ സ്തുതിഗീതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്തുതി പാഠകൾക്ക് നല്ല കാലം വരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി ഉണ്ടല്ലോ. ആര് സ്തുതി പാടിയാലും അത് ആസ്വദിക്കുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയുകയാണ്. ഇപ്പോൾ തന്നെ ഇതെഴുതിയ ചിത്രസേനൻ തന്നെ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് താൽക്കാലിക നിയമനം കിട്ടിയ ആളാണ്. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ നിയമനം തന്നെ ഇപ്പോൾ അത് ശരിയായ രീതിയിലുള്ളതല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന് ഏപ്രിൽ 25 അപേക്ഷ നൽകി, എന്നാൽ മെസ്സഞ്ചറായി 24 തന്നെ ഉത്തരവിറങ്ങി. ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഉപകാര സ്മരണ എന്ന രീതിയിലാണ് ചിത്രസേനൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അതിനാണ് ചെവി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി. വെറും 3 മണിക്കൂർ കൊണ്ടാണ് താൻ ഈ വരികളെല്ലാം തന്നെ, ഈ കഠോരമായിട്ടുള്ള വരികളെല്ലാം തന്നെ എഴുതി തീർത്ത് അതിനെ ട്യൂൺ ചെയ്ത് റെഡിയാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിരുന്ന അഭിമുഖത്തിൽ പറയുന്നത് ഒരു കോഴി മുട്ട ഇടുന്നത് പോലെ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു ഇത് എന്നൊക്കെയാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു മുട്ടയല്ല നമ്മൾ കാണുന്നത്. കാരണം ഇതിൽ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്തിരിക്കുന്ന കത്തിൽ പോലും അദ്ദേഹം എന്തുകൊണ്ടാണ് പുതിയൊരു ജോലി അദ്ദേഹം താല്പര്യപ്പെടുന്നത്, തന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന പോസ്റ്റ് ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പദവി അദ്ദേഹത്തിന് കിട്ടണമെന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ആവശ്യപ്പെടുന്നതിന്റെ തലേന്ന് നമ്മൾ ഈ ദേശാഭിമാനിയെ പറ്റിയൊക്കെ പറയത്തില്ലേ, നേരത്തെ അറിയാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇടുമായിരിക്കും എന്ന് കരുതി ആൾക്കാർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അഭീഷ്ടം എന്താണോ അത് സാധിച്ചു കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണം നിൽക്കുന്ന ഒരു നാട്ടിൽ ടൈം ട്രാവൽ ഉപയോഗിച്ചുകൊണ്ട് തലേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് ഓർഡറൊക്കെ തന്നെ കൊടുക്കുന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നിരവധി ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വേദിയിലിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം ഇടപെടും. അദ്ദേഹം വേദിയിലിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ കാലതാമസം ഉണ്ടായാലോ ഒരു പരിപാടിയിൽ ഒരു കാലതാമസം ഉണ്ടായാലോ ആ സമയത്ത് അദ്ദേഹം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഉദ്ഘാടന ചടങ്ങാണോ, അത് ദീപം തെളിയിക്കുന്നതാണോ, ആരെങ്കിലും പാടുന്നതാണോ, അവതാരകർ പറയുന്നതാണോ, ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് പോലും. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമോ അദ്ദേഹം വളരെ അച്ചടക്കമുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ചടക്കം എന്താണോ ആ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ വന്ന് മറ്റുള്ള ആൾക്കാരോടൊപ്പം ആ കസേരയിൽ ഇരുന്ന് ഈ പാട്ട് മുഴുവൻ കേട്ട് ആസ്വദിച്ചതിന് ശേഷമാണ് പിന്നീട് ആ ചടങ്ങിലേക്ക് പോലും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും തന്നെ നേരത്തെ അറിയാത്തതല്ല, ഇതാരാണ് എഴുതുന്നത് എന്നുള്ളത് അറിയാത്തതല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഓഡിറ്റിന്റെ ഭാഗമായിട്ട് ഈ പ്രോസസ് സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ഹസ്കർ, ഇതെല്ലാം പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ കടുംപിടുത്തം, ഇതിനെ എതിർക്കാത്തത്, ആ വേദിയിൽ ചെന്നിരുന്ന് അതിന് ചെവി കൊടുത്തത്, ഇതൊക്കെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ താങ്കൾക്ക് പോലും ഇത് ന്യായീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. താങ്കളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് അവിടെ പാടുവാൻ സംഘാടകൻ എന്ന രീതിയിൽ അനുവാദം കൊടുക്കുകയില്ലായിരുന്നുവെന്ന്. അപ്പോൾ അത് മുഖ്യമന്ത്രി കേട്ടതിൽ കുഴപ്പമില്ല എന്നേ താങ്കൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ താങ്കൾക്ക് മുഖ്യമന്ത്രി അവിടെ കേട്ടിരുന്നത് തെറ്റായിപ്പോയി എന്ന് താങ്കളിൽ നിന്ന് എന്തായാലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഇത് പാർട്ടിക്ക് ന്യായീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. മനസ്സുകൊണ്ടായിരിക്കില്ല പാർട്ടി ഇതിനെ ന്യായീകരിക്കുക. മഞ്ജുഷ്, എനിക്ക് വ്യക്തിപരമായ രണ്ട് അനുഭവങ്ങളുണ്ട്. 2015 അവസാന കാലഘട്ടത്തിൽ കേരള യാത്ര നടത്തുന്ന CPM ഒരു പരിപാടി കൊല്ലത്ത് CPM മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ അന്ന് മുഖ്യമന്ത്രി അല്ല, അന്ന് അദ്ദേഹം ആ ജാതിയുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ കുട്ടികൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചിത്രമുള്ള ഒരു കേക്ക് തയ്യാറാക്കി വെക്കുകയും ചെയ്തു. ചിത്രം ധരിച്ച് ടീഷർട്ട് ഇട്ട് വന്നതിന്റെ പേരിൽ അദ്ദേഹം അന്നേ ദിവസം അതിന്റെ സംഘാടകരെ വിളിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച വിവരം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവമാണ്. 2, തൃശ്ശൂരിൽ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചേയുടെയൊക്കെ പോലെ അദ്ദേഹത്തിന്റെ ചിത്രം ഒരു ചെങ്കൊടിയിൽ ആലേഖനം ചെയ്ത് പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ ചെങ്കൊടി ഉടൻ അഴിപ്പിച്ച അനുഭവം ഉള്ളതായി നേരിട്ടറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോ അദ്ദേഹം നിങ്ങൾ ഈ കരുതുന്നത് പോലെ വ്യക്തി പൂജ ഇഷ്ടപ്പെടുന്ന ആളോ അതാണ് പഴയ വിജയൻ എന്നുള്ള കാര്യം ഇവിടെ ശ്രീ പണിക്കർ പറഞ്ഞത്. അത് ഈ സമ്മേളനത്തിന്റെ കാലഘട്ടം ഇപ്പോഴായിരുന്നു. ഞാൻ ഈ പറയുന്ന തൃശ്ശൂർ സമ്മേളനം ഈ അടുത്ത കാലത്ത് നടന്നതാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്
പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ആദ്യം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും, രണ്ടാമത്തെ സംഭവം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പോ ഈ രണ്ട് സംഭവങ്ങളും അനുസ്മരിക്കുന്നത് പിണറായി വിജയനിൽ നിങ്ങൾ കരുതുന്നുള്ള പുതിയ വിജയനും പഴയ വിജയനും ഇല്ല. രണ്ട്, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയനെ നിങ്ങൾ കാണുന്നത് എപ്പോഴും വിമർശനം മാത്രം അർഹിക്കുന്ന വ്യക്തിയായി കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സ്തുതി പാടാനും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഒരു സംഘം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടണം. അവരുടെ നടുവിലാണല്ലോ അദ്ദേഹം. അങ്ങനെയൊന്നും സ്തുതിപാഠകരുടെ നടുവിലാണെന്നൊക്കെ ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോ ശ്രീ കെ എം ഷാജഹാൻ സാർ അദ്ദേഹം നിരന്തരമായി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. അദ്ദേഹം വിമർശിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റു കൂടുന്നതല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ശൈലി ജീവിതം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരൻ വിമർശനത്തിനും സ്വയം വിമർശനത്തിനും അങ്ങനെ ഒലിക്കുന്ന ആളായിരിക്കരുത്. അദ്ദേഹം അതിൽ നിന്ന് ആ ആലയിൽ നിന്ന് സ്ഫുടം ചെയ്താണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അവരുടെ ജീവിതം വരുന്നത്. അതിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ നോക്കുക, അപ്പൊ അതൊക്കെ വ്യക്തിപരമായ പൂജയാണ്, അല്ലെ അതൊരു വ്യക്തി പൂജയാണെന്ന്. അത് വെളിയിൽ നിന്നാലും പറഞ്ഞാലോ കേട്ടോ, ഇതേ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ തന്നെ പറഞ്ഞതാണല്ലോ ഈ വ്യക്തി പൂജ പാടില്ല എന്ന്. അതിനെ നേതാക്കൾ ഏറ്റു പറയുന്നു. എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. നേരത്തെ ഇതിന് തൊട്ട് മുൻപ് ഈ സൂര്യൻ എന്നുള്ള പദപ്രയോഗം വന്നപ്പോൾ എന്ത് കഷ്ടപ്പെട്ടു വന്ന് എം.വി. ഗോവിന്ദൻ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി. ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ അടുത്തു വരുമ്പോൾ അവർ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് സൂര്യൻ എന്ന് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് അത് ഒരു വിധത്തിൽ കൊണ്ട് കെട്ടി. അവിടെ ഏതെങ്കിലും വ്യക്തികളുടെ ഭാവനാ വിലാസത്തിൽ വരുന്ന വാക്കുകൾക്ക് പാർട്ടി ഏതെങ്കിലും തരത്തിൽ കവചം തീർക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതാണ് കാരണഭൂതനാണെങ്കിൽ ചിത്രസേന നടത്തിയ കാര്യത്തിൽ പാർട്ടിനെ ന്യായീകരിക്കേണ്ടി വരും. എന്തൊക്കെ കണ്ടെത്തേണ്ടി വരും ഇനി? ഫീനിക്സ് പക്ഷിക്ക് എന്തൊക്കെ കണ്ടെത്തേണ്ടി വരും? ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ബോധ്യവും അത് തന്നെയാണ്. CPM ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണവുമായി വന്നില്ല. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആ കവിക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കവി ഏതെങ്കിലും കവിത എഴുതിയാൽ പട്ടും വളയും കിട്ടും എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എഴുതി എന്നുള്ള, അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയിൽ ആ കവിത രചിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ ആ കവിയുടെ മനോനില, ആ കവിയുടെ ആത്മാവിഷ്കാരം, അതിനെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ പരിഹരിക്കും. ഇതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രകീർത്തിക്കുന്നവരെല്ലാം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ മനോനിലയുടെ പ്രശ്നം. നമ്മുടെ മനോനിലയല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആരെങ്കിലും ഇങ്ങനെ ഈ വാഴ്ത്തുപാട്ടുകൾ പാടി എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് കരുതേണ്ട, അതിന് വശംവദനാവുകയില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കർമ്മ ജീവിതം പരിശോധിച്ചാൽ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു. മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇടപെട്ട ചരിത്രമില്ല. ഇത്തിരി കഷ്ടമാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് ഇവിടെ പിണറായി വിജയൻ മാത്രമൊന്നും അല്ല CPM-ന്റെ മുഖ്യമന്ത്രിയായി ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് E.K. നായനാർ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് EMS ഭരിച്ചിട്ടുണ്ട്. EMS ഭരിച്ചപ്പോഴും E.K. നായനാർ ഭരിച്ചപ്പോഴും അച്യുതാനന്ദനും ഭരിച്ചപ്പോഴൊന്നും ഇല്ലാത്ത നിലയിലുള്ള ഏറ്റവും തറ നിലവാരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വശംവദനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നത്. പിന്നെ ഇത് എഴുതിയ കവിയുടെ മനോനില, ഇത് എഴുതിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ ജനങ്ങൾ ചിന്തിച്ചു കൊള്ളണം എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ആൾ കവിയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അയാളെക്കുറിച്ചിട്ട് കേട്ടിട്ടില്ല. അയാൾക്ക് അപേക്ഷിക്കുന്നതിന് തലേ ദിവസം തന്നെ നിയമനം കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് അനധികൃതമായി കാറും കിട്ടിയിട്ടുണ്ട്, ഡ്രൈവറും കിട്ടിയിട്ടുണ്ട്. അയാൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ആ നിലവാരമൊക്കെ നിങ്ങൾ മാത്രമല്ല ലക്ഷക്കണക്കിന് പാർട്ടി അണികളും അംഗങ്ങളും ഒക്കെ കണ്ടു. അതുകൊണ്ട് പിണറായി വിജയനെ ഇവിടെ വന്നിരുന്ന് 6.5 പതിറ്റാണ്ട് കാലത്തെ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് ബലൂണൊക്കെ ആക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും E.K. നായനാരെയും EMS-നെയും ഒക്കെ അവർ താരതമ്യം ചെയ്ത് അവർ പിണറായി വിജയനെ പ്ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യും. ഇത് ഇപ്പം ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞു, പല വേദികളിലും ചെല്ലുമ്പോൾ
മര്യാദയ്ക്ക് നിന്നോണം, ഇതുപോലുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. എവിടെയോ ചെന്നൊരു സ്ത്രീ ഇയാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞപ്പോൾ അവരെ അവിടെ ഇട്ട് ചീത്ത വിളിച്ച ആളാണ് ഇയാൾ. അയാളാണ് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ 1ാം ക്ലാസ് പിള്ളേർ കൈയടിച്ചില്ല എന്നേ ഉള്ളൂ പിണറായി വിജയൻ. ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കി 32 പല്ലും കാണിച്ച് പല്ലിളിച്ചിരിക്കുകയായിരുന്നു ഈ മനുഷ്യൻ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് രാജവാഴ്ചയൊക്കെയാണ് അനുസ്മരിപ്പിക്കുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ബാക്കിയുള്ളവരും വസന്തകുമ്പള്ളി ഇവിടെ ഹസ്കർ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ 2 ഉദാഹരണങ്ങളിലും വ്യക്തിപൂജയുമായി വന്നപ്പോൾ എതിർത്തിട്ടുള്ളയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തവണ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ കാര്യം തന്നെയാണ്. അല്ല, 2 കാര്യമുണ്ട്. അദ്ദേഹം ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഡിഫൻസ്, ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ അല്ലെങ്കിൽ അസോസിയേഷൻ അത് CPM-മായി പുലബന്ധം പോലുമില്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ല ബസന്ത്. ഞാൻ പറഞ്ഞത് വർഗ ബഹുജന സംഘടന അല്ല എന്നാണ്. അല്ല, അത് അത്രമാത്രം പ്രസക്തിയുള്ള കാര്യമല്ല. എന്തായാലും അത് CPM-ആയിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. CPM-ന്റെ വർഗ ബഹുജന സംഘടനകൾ ഏതൊക്കെയുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഭാസ്കർ, അത് എന്തുകൊണ്ട് അങ്ങനെ ആയില്ലെന്നറിയാമോ? 1996 ഇവിടുത്തെ ലോ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ കൃത്യമായി പറയുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിന് രാഷ്ട്രീയ പാർട്ടികളിൽ മെമ്പർഷിപ്പ് പാടില്ല. അതിന്റെ ഒരു വർഗ യുവജന സംഘടനയിലോ ഒരു സംഘടനയിലോ ഭാരവാഹിത്വം എടുക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ പാടില്ല. കോൺഗ്രസിനും പറ്റില്ല, BJPക്കും പറ്റില്ല. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ഈ പോലീസ് അസോസിയേഷൻ പോലെ മറ്റുള്ള അസോസിയേഷനുകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ആർക്കും, ഈ അന്തം കമ്മികളാണെങ്കിൽ പോലും അവർക്ക് ആർക്കും നിങ്ങളുടെ വർഗ യുവജന സംഘടനകളുടെ ഭാഗമാവാൻ പറ്റില്ല. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇനി രണ്ടാമത്, പിണറായി വിജയൻ ഇതൊന്നും കേട്ട് കോൾമയർ കൊള്ളാത്ത ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് പുലർച്ചെ തന്നെ വാർത്തയായ ഒരു വിഷയത്തിൽ അവിടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ വിശ്വസ്ത വിധേയനായ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ ബി ജോയെ വിളിച്ച് പറ്റില്ല കേട്ടോ, ഇങ്ങനെ ഒരു പാർട്ട് വേണ്ട എന്ന് പറയാഞ്ഞത്? അങ്ങനെ പറയാതിരുന്നത് ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതാ എല്ലാവരും വിമർശിക്കുകയാണല്ലോ, ആ സമയത്ത് ഞാൻ കുറച്ച് പാട്ട് കേട്ട് കളഞ്ഞേക്കാം എന്നുള്ളൊരു ആനന്ദ ലബ്ധി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒറ്റ കാര്യം മാത്രമേ ഹസ്കർ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ഒരു സിനിമയിൽ ഒരു മീമക്കില്ലേ, ലേശം ഉളുപ്പ്, അങ്ങനെ ഒരു സാധനം വേണ്ടേ? ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? ആ ഉളുപ്പില്ലാതെ വേറെ ആരെങ്കിലും, സ്വന്തം പാർട്ടിയിൽ തന്നെ വേറെ ആരെങ്കിലും ഒന്ന് നല്ല വാക്ക് പറഞ്ഞാൽ അതിൽ കാലിളകി അവരോട് കടക്ക് പുറത്തെന്നും അമ്മാതിരി വട്ടാനം വേണ്ടെന്നും നിർത്തുന്നും ഒക്കെ പറയുന്ന ഇതേ പിണറായി വിജയൻ സ്വമേധയാ ആരെങ്കിലും ഇതാ കാരണഭൂതൻ എന്ന് വിളിച്ചാൽ, നായകൻ എന്ന് വിളിച്ചാൽ, ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ അതിൽ കോൾമയർ കൊള്ളുകയാണ്. ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ്. ഇനി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ കിട്ടിയില്ല എന്ന് ഹസ്കറും പറയുന്നു, ആരും പറയുന്നു, പിണറായി വിജയനും പറയുന്നു. അങ്ങനെയൊന്നും പാട്ട് കേട്ടാലൊന്നും ഞാനൊന്നും കൊടുക്കില്ല കേട്ടോ. പക്ഷേ ഈ പാട്ടെഴുതിയ ആൾക്ക് നിങ്ങൾ പാട്ടെഴുതി തീരുന്നതിന് മുമ്പ് പുലർച്ചെ 2:30 ഞാൻ പാട്ടെഴുതാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയനെ വിമർശിച്ച പഴയൊരു സഖാവിന്റെ വീട്ടിലേക്ക് പുലർച്ചെ ഇന്നോവ കാർ വിട്ടതുപോലെ പിണറായി വിജയനെ സംരക്ഷിച്ച, പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് എഴുതിയ ഇതേ ആളുടെ വീട്ടിലേക്ക് പുലർച്ചെ സർക്കാർ വാഹനം പറഞ്ഞു വിട്ടു. നിങ്ങൾ ആ പോരാത്തതിന് ഈ വാഴ്ത്തുപാട്ടുകാരൻ സർവീസിൽ നിന്ന് വിരമിച്ചു പോയതാണ് എന്നതുപോലും മറന്നിട്ട് നിങ്ങൾ അയാൾക്ക് സർക്കാർ വാഹനവും ഡ്രൈവറെയും അകമ്പടി സേവിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്, കൂടുതൽ പാട്ട് എഴുതാൻ. ഇനി ആകപ്പാടെ കൊടുക്കാനുള്ളത് വരുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ഏറ്റവും മികച്ച കവിക്കും കവിതയ്ക്കുമുള്ള അവാർഡ് കൂടി കൊടുത്താൽ പൂർണ്ണമാകും. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ജീർണതയിലേക്ക് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ അതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷനുകളെ പറ്റി പറഞ്ഞു പോയത്. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഇതാ ഞങ്ങൾ വാഴ്ത്തുപാട്ടിൽ മയങ്ങാത്തവരാണ്, ഞങ്ങൾ വ്യക്തിപൂജയെ ആദരിക്കാത്തവരാണ്, ഞങ്ങൾക്ക് പാർട്ടി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിന്റെ ഏറ്റവും ഒടുക്കം ഇതാ പിണറായി വിജയൻ മാത്രമാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞ് CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നല്ല, ക്രിമിനൽസ് ഫോർ പിണറായി ആൻഡ് മകൾ, പിണറായിക്കും മകൾക്കും വേണ്ടിയുള്ള ക്രിമിനൽസ് ആണ്, അങ്ങനെ ഒരു സംഘമാണ് എന്ന് പറയുന്നത് അർത്ഥവത്താകുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങളെ നോക്കി ഈ ജനസമൂഹം, കേരളത്തിലെ ബഹുജനങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശങ്കരാടി സിനിമയിൽ പറഞ്ഞതുപോലെ ലേശമുളുപ്പ്. ശരി ശരി ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ മെഗാ തിരുവാതിര അതിലെ ലിറിക്സ്, അതിലെ വരികൾ, അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഈ സൂര്യൻ ഉദാഹരണം, ഇതൊക്കെ വന്നതോടുകൂടി ഇനി വർണ്ണനകൾ കണ്ടെത്തുവാനായിട്ട് കവികൾ ബുദ്ധിമുട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ചിത്രസേനൻ പറയുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, വളരെ പെട്ടെന്ന് തന്നെ നിർഗളമായിട്ട് ഈ വരികൾ വന്നു എന്നാണ്. ധാരാളം വർണ്ണനകളും വന്നിട്ടുണ്ട് അതിനകത്ത്. ഫീനിക്സ് പക്ഷിയൊക്കെ ഇവിടെയും കടന്നു വന്നിട്ടുണ്ട്.
ഈ വാരുധിയിൽ തിരമാലകൾ എന്ന പോലെ എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ ഒരു വേലിയേറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാവനകളുടെയും വാക്കുകൾ ചമയ്ക്കുന്നതിലുമൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കോഴി മുട്ട ഇടുന്നത് പോലെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തിട്ടില്ല, അതിനു മുൻപ് അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ പോലും വന്നിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ പോലും കടന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിലൊരു രണ്ടുപേരും ഇങ്ങനെയാണ്: ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബ ബന്ധമൊക്കെയും തടസ്സമല്ല ഓർക്കണം. കുടുംബബന്ധം തടസ്സമല്ലാതെ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാത്യു കുഴൽനാടൻ്റെ അടുത്താണ്. അദ്ദേഹം ഒരു ആരോപണം സഭയിൽ പറയുന്ന സമയത്ത്, അതും ROCയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉള്ളതാണ്, അതിനെ അധികരിച്ചുകൊണ്ട് ഒരു മാസപ്പടി വിഷയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് സംസാരിച്ച ആളാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ ബന്ധുത്വമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേരിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ. പക്ഷെ തൻ്റെ നേരെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ചാണ് കുടുംബ ബന്ധം ഒക്കെയും തടസ്സമല്ലേ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇദ്ദേഹം ഈ ചിത്രസേനൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരിയുണ്ട്, അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. അതായത് പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയോൻ. ഈ ജന്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങളാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുകയാണ്. ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത്? അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്പം മുമ്പ് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിരന്തരം വിമർശിക്കും, പക്ഷേ ഇടയ്ക്ക് ചില പ്രശംസയും വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യത്തിനുള്ള പ്രശംസയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇതിൽ ഏത് ജന്മിവാഴ്ചയാണ് അദ്ദേഹം തകർത്ത് തൊഴിലിടമാക്കിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിന് മറുപടി ആവശ്യമുണ്ട്. അതേപോലെ ഇതിൽ പറയുന്നുണ്ട് കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതേ. ഈ കൊറോണയുടെ യഥാർത്ഥ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ്, ഒന്നാമത് മഹാരാഷ്ട്രയുമായിരുന്നു. അപ്പോൾ ഈ കണക്കൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ ആൾക്കാർ ഈ വരികളൊക്കെ തന്നെ കോഴി മുട്ട ഇടുന്നത് പോലെ ചമയ്ക്കുകയും ആൾക്കാരൊക്കെ തന്നെ ഒരു മുട്ട ഓംലെറ്റ് കഴിക്കുന്ന ലാഘവത്തോടു കൂടി അത് പാടുകയുമാണ്. അതിൽ തന്നെ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട്. അതാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം. അപ്പോൾ ഈ നിപ്പയും മറ്റു കാര്യങ്ങളും പ്രളയവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നു. എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്, വീട്ടിൽ അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെയൊക്കെ നോക്കുന്നയാളാണ് എന്ന്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ, അതായത് കയ്യിലുള്ള പൈസ ചെലവഴിക്കാത്തത് എന്തേ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിലെ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത്? അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന പണം അപ്പം തന്നെ ചെലവാക്കും, അതല്ലാതെ കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഇവിടെ ആരും തന്നില്ലേ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കേവല പ്രശംസയല്ല, ഇത് അധിക പ്രസംഗം എന്ന രീതിയിലത്തേക്ക് പല ആൾക്കാർക്കും തോന്നാവുന്ന തരത്തിലുള്ള കുറേയധികം ഉപമകളാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി പ്രശംസയായിരുന്നുവെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രശംസയും വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശംസ പി ജയരാജന് വേണ്ടേ? എൻ്റെ ചോദ്യം അതാണ്. പി ജയരാജനെയും ആൾക്കാർ, നമ്മളടക്കം എത്രയോ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് താല്പര്യം തോന്നുന്ന സർവീസ് സംഘടനകളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ കുറേയധികം ആൾക്കാർ ഒരു ആർമി ഉണ്ടാക്കുന്നു, അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്തുതിഗീതം ഉണ്ടാക്കുന്നു, അദ്ദേഹം കണ്ണൂരിൻ്റെ ചെന്താരകമാണ് എന്ന് പറയുന്നു. ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനും വേണ്ട ഒരു അല്പം പ്രശംസയൊക്കെ, അതോ ഈ പ്രശംസയുടെ എല്ലാം ഹോൾസെയിൽ കോൺട്രാക്ട് ഒരാളിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടോ? ഞാൻ ശ്രീ ഹസ്കറിനെ ഓർമ്മിപ്പിക്കുന്നത്, തനിക്ക് ഹിതകരമല്ലാത്ത, തനിക്ക് ഇഷ്ടക്കേടുള്ള എന്തൊരു സംസാരവും വന്നു കഴിഞ്ഞാൽ ഒരു സഭയുടെ ഔചിത്യത്തിനെ പോലും പരിഗണിക്കാതെ എണീറ്റ് നിന്ന ഒരു സ്ത്രീയോട് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് പാടുന്ന സമയത്ത്, അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരടക്കം വെറുതെ അല്ല, സാങ്കല്പികമായിട്ടല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്നീ കാണും എന്താണ് ഇന്നീ പാർട്ടി ലോകമെങ്ങും അതൊന്നും അല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തുതിഗീതം നടക്കുന്ന സമയത്ത് അമ്മാതിരി പുകഴ്ത്തലൊന്നും വേണ്ട കേട്ടോ എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തത്? പിന്നെ താങ്കൾ ടീഷർട്ടിൻ്റെ കാര്യം പറഞ്ഞുവെങ്കിൽ ഇവിടെ കൊറോണ സമയത്ത്, ആ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പടമുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളിലൊക്കെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ മാസ്കിൽ മുഖ്യമന്ത്രിയുടെ പടമാണ്. അന്ന് ആൾക്കാർ, പോലീസുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ആ മാസ്ക് മാറ്റണമെന്ന് പറഞ്ഞില്ല. പകരം ചെയ്തിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന് കറുത്ത വസ്ത്രം ഇഷ്ടമല്ല എന്നതുകൊണ്ട് കറുത്ത മാസ്ക് ഇട്ട് വന്നിരുന്ന പല ആൾക്കാരോടും അത് മാറ്റിയിട്ട് മഞ്ഞ നിറത്തിലും നീല നിറത്തിലുമുള്ള മാസ്ക് കൊടുത്തിരുന്നത് അന്ന് പോലീസുകാരാണ്. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നാടുവാഴി ഭരണത്തിൽ, പഴയ പൊന്നുതമ്പുരാൻ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആ രാജാവിന് ഹിതകരമല്ലാത്തതൊന്നും തന്നെ ഈ നാട്ടിൽ കാണാൻ പാടില്ല.
അദ്ദേഹത്തിനെ സ്തുതിക്കാം, മറ്റുള്ള ആൾക്കാരെ സ്തുതിക്കരുത്, ഏക ഛത്രാധിപതി എന്ന ഞാൻ രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് പൂവത്തൂർ മുഖ്യമന്ത്രി ചിത്രസേനന്മാർക്ക് ഇത് നല്ല കാലമാണ്, സ്തുതിപാഠകർക്ക് ഇത് നല്ല കാലമാണ്. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തേത്. ഇനിയിപ്പോൾ ഈ മാവേലി നാട് വാണിയിടും കാലം എന്ന് ചേർത്ത് അല്ലേ ഒരു പാട്ട് കൂടിയേ വരാൻ ബാക്കിയുള്ളൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. മുഖ്യമന്ത്രി സ്തുതി പാഠകരുടെ നടുവിലോ? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതേ എന്ന് 84% പ്രേക്ഷകരും, അല്ല എന്ന് 11%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.